ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം സഖനാ ഭവതോ സഖനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവ ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദര നമസ്കാരം. കഴിഞ്ഞ ഭാഗത്ത് ധർമ്മത്തെക്കുറിച്ച്, ധർമ്മത്തിൻ്റെ 5 വശങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പ്രതിപാദിച്ചിരുന്നു. 1 വ്യക്തിധർമ്മം, കുടുംബധർമ്മം, രാഷ്ട്രധർമ്മം, സമൂഹധർമ്മം, ലോകധർമ്മം. ഇങ്ങനെ 5 ധർമ്മങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചത്. അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കുടുംബധർമ്മം. കുടുംബം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ സാമാന്യനെ എല്ലാവരും പറയും, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ആ കുടുംബ സങ്കല്പം വിവാഹം എന്ന മഹത്തായ ലോകോത്തരമായ കർമ്മത്തിലൂടെയാണ് ഒരു കുടുംബം രൂപം കൊള്ളുന്നത്. കേവലം ഒരു സ്ത്രീയും പുരുഷനും ഈ ജന്മത്തിൽ യാദൃച്ഛികമായിട്ടല്ല ഭാര്യാഭർത്താക്കന്മാരായി വരുന്നത്, മറിച്ച് പൂർവജന്മ കർമ്മ ബന്ധങ്ങൾക്കനുസൃതമായിട്ടാണ് ഐഹികത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാരായിത്തീരുന്നത്. അതാണ് കുടുംബത്തിൻ്റെ മഹത്വവും. ഇവിടെ ഭാരതീയ കുടുംബസങ്കല്പം ലോകോത്തരമാണ്. ലോകത്തിൽ ഇത്ര ശ്രേഷ്ഠമായ മറ്റൊരു കുടുംബ സങ്കല്പം മറ്റ് രാഷ്ട്രങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഈ അടുത്ത നാളിൽ നമ്മൾ പത്രത്തിൽ വായിച്ചു, അമേരിക്കയിൽ ഏതാണ്ട് 170 ദശലക്ഷം അനാഥക്കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ അച്ഛനാരാണെന്ന് അമ്മമാർക്ക് പോലും നല്ല നിശ്ചയമില്ല. മദർ, ഹൂ ഈസ് ദ ജെന്റിൽമാൻ ഈസ് കമ്മിങ് എവരി സാറ്റർഡേ ഈവനിങ് ആൻഡ് ഗോയിങ് മൺഡേ മോർണിംഗ്. അമ്മേ, എല്ലാ ശനിയാഴ്ച വൈകുന്നേരവും വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ മടങ്ങുന്ന ഈ മാന്യൻ ആരാണ് എന്ന് മകൻ അമ്മയോട് ചോദിക്കുകയാണ്. ആരെക്കുറിച്ചാണെന്നറിയണ്ടേ? സ്വന്തം അച്ഛനെക്കുറിച്ച്. നമ്മെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഭാരതത്തിൻ്റെ ആ കുടുംബസങ്കല്പത്തിൽ നമുക്കിത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത്രയേറെ അവിടെയൊക്കെ ഉടുപ്പ് മാറുന്നത് പോലെ സ്ത്രീകളെ മാറുന്നു, ഉടുപ്പ് മാറുന്നത് പോലെ പുരുഷന്മാരെ മാറുന്നു. അവിടെ ആ കുടുംബത്തിൻ്റെ മാഹാത്മ്യമോ മഹത്വമോ അതാരും ശ്രദ്ധിക്കാറില്ല.
അതിന് വലിയ പ്രാധാന്യവും വിദേശ രാഷ്ട്രങ്ങളിൽ ആരും കൊടുത്തു കാണുന്നില്ല. ഇവിടെയാണ് ഭാരതത്തിൽ നമ്മുടെ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ് സംസ്കാരം, സംസ്കാരമാണ് ധർമ്മം. സംസ്കാരത്തിൽ നിന്ന് വേറിട്ട ധർമ്മമോ ധർമ്മത്തിൽ നിന്ന് വേറിട്ട സംസ്കാരമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ധാർമ്മികമായി ജീവിതത്തിൽ കുടുംബധർമ്മത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഈ കുടുംബ സങ്കല്പം, ഒരു കുടുംബം രൂപം കൊള്ളുന്നത് വിവാഹം എന്ന കർമ്മത്തിലൂടെയാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സാധാരണഗതിയിൽ എന്താണ് ഒരു വിവാഹച്ചടങ്ങ്? നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 8 തരത്തിലുള്ള വിവാഹമുണ്ട്. 8 തരത്തിൽ. അതൊന്ന് സൂചിപ്പിക്കുകയാണ്. 1 ബ്രഹ്മം, 2 ദൈവം, 3 ആർഷം, 4 പ്രജാപത്യം, 5 ഗാന്ധർവം, 6 രാക്ഷസം, 7 ആസുരം, 8 പൈശാചികം. ഇങ്ങനെ 8 തരത്തിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് മനുസ്മൃതി സൂചിപ്പിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രിയെ ബ്രഹ്മചാരിക്ക് പിതാവ് കൈപിടിച്ചേൽപ്പിക്കുന്ന ചടങ്ങിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ദൈവം. ആ ചടങ്ങ് ഹോമം നടത്തി, അതായത് ലാജഹോമം ഒക്കെ നടത്തി ആ ഹോമകുണ്ഡത്തിനു മുമ്പിൽ ഉദ്വസിക്കുന്നതിനു മുൻപ് തൻ്റെ പുത്രിയെ യോഗ്യനായ വരന് വധൂപിതാവ് കൈപിടിച്ചേൽപ്പിക്കുന്ന ചടങ്ങാണ് ദൈവം. 3-ാമത്തേതാണ് ആർഷം. പുത്രിയെ കൊടുത്തിട്ട് വരനിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്ന അവസ്ഥയ്ക്കാണ് ആർഷം എന്ന് പറയുന്നത്. 4-ാമത്തേതാണ് പ്രജാപത്യം. അതിന് പ്രാജപത്യം എന്നൊക്കെയാണ് പറയുക. വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ യോഗ്യനായ വരന് തൻ്റെ പുത്രിയെ വധൂപിതാവ് കൈപിടിച്ചേൽപ്പിക്കുന്ന ചടങ്ങിനാണ് പ്രജാപത്യം എന്ന് പറയുന്നത്. അടുത്തതാണ് ഗാന്ധർവം. അത് വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കളുടെ സാന്നിധ്യമൊന്നും ആവശ്യമില്ല. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ച് സ്ഥലം വിടുന്നതിന്, ഈ കാലഘട്ടത്തിലെ ഭാഷയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, അന്നത്തെ കാലത്ത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നതിനാണ് ഗാന്ധർവം എന്ന് പറയുന്നത്. അടുത്തതാണ് രാക്ഷസം. സ്ത്രീകളെ ബലമായി തട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങിനാണ് രാക്ഷസം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരത്തിൽ രുക്മിണിയെ ഭഗവാൻ രാക്ഷസോദ്വാഹമായി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അടുത്തതാണ് ആസുരം. സ്ത്രീകളെ അഥവാ തൻ്റെ പുത്രിയായ കന്യകയെ വിലയ്ക്ക് വിൽക്കുന്ന ചടങ്ങ്. ഇന്നും മധ്യപ്രദേശിലെ വനപ്രദേശങ്ങളോടനുബന്ധമായി ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ആ ചടങ്ങ് നിലനിൽക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 8-ാമത്തേതാണ് പൈശാചികം. സ്ത്രീകൾ ബോധമില്ലാതിരിക്കുകയോ ഉറങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന സമയത്ത് അവരെ ബലമായി കീഴ്പ്പെടുത്തി ഭാര്യയാക്കുന്ന ചടങ്ങിനാണ് പൈശാചികം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഈ 8 തരം വിവാഹത്തിൽ സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു വിവാഹ ചടങ്ങ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്
പ്രജാപത്യം വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ യോഗ്യനായ വരന് തൻ്റെ പുത്രിയെ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് പ്രജാപത്യം എന്ന ചടങ്ങ്. ആ ചടങ്ങിനെക്കുറിച്ച് വരുന്ന ഭാഗത്തിൽ നമ്മൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ടാവും. ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. ഇത്രയും സമയം ഈ എളിയ വാക്കുകൾ ശ്രവിച്ച എല്ലാ മഹാത്മാക്കൾക്കും സാദര നമസ്കാരം.